പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചേനയുടെ വിളവെടുപ്പാണ്. ഞാനിവിടെ 4 ഗ്രോ ബാഗിലാണ് ചേന നട്ടിരുന്നത്. ഈ ഗ്രോ ബാഗ് നിറക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ചേന കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ചേനയുടെ ഇലകളൊക്കെ മഞ്ഞ കളറായി വരുന്ന സമയത്താണിത് വിളവെടുക്കാൻ പാകമാകുന്നത്. അതുപോലെ തന്നെ ഈ ചേനയുടെ തണ്ട് തോരൻ വെക്കും. ഇതിൻ്റെ തളിരിലകൾ അതും തോരൻ വെക്കാം. നേരത്തെ ഇത് നടുന്ന വീഡിയോയിൽ അതിൽ കാണിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ നടേണ്ടത് എന്നുള്ളതൊക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ഇതിൻ്റെ തണ്ടൊക്കെ അഴുകി പോയിട്ടുണ്ട്. ഇതും വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല പഴുക്കുമ്പോഴാണ് വിളവെടുക്കാറ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് 7 മാസം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളവെടുത്ത് നോക്കാം. ഈ ഗ്രോ ബാഗ് വലിയ വെയിറ്റ് ഒന്നുമില്ല. അതിൽ കൂടുതലും ഉണങ്ങിയ കരിയില നിറച്ചായിരുന്നു ഈ ചേന നട്ടത്. ഇത് നമുക്കിനി ഒരു ഷീറ്റിലോട്ട് വിരിച്ച് ചെരിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ കളകളും ഈ തണ്ടൊക്കെ മാറ്റി കൊടുത്ത് നമുക്ക് ഈ ഷീറ്റിലോട്ട് ഈ ഗ്രോ ബാഗ് ചെരിഞ്ഞ് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ വളം ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കുറച്ച് മണ്ണ് മാത്രമേ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 3/4 ഭാഗവും ഉണങ്ങിയ കരിയിലയായിരുന്നു നിറച്ചിരുന്നത്. കരിയില താഴ്ന്നു പോകുന്നതിനനുസരിച്ച് വീണ്ടും കരിയിലയും കിച്ചൺ വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതിലുള്ള ചേന അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഗ്രോ ബാഗിൽ നട്ടതല്ലേ, ഇത് മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന്. നല്ല വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ണ് തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇട്ടത്. നല്ല ഇളക്കമുള്ള മണ്ണാണ്. അപ്പോൾ കൂടുതലും കരിയിലയാണ്. കുറച്ച് മണ്ണ് ഇതിനിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കരിയിലൊക്കെ താഴ്ന്നു പോകുന്നതിനനുസരിച്ച് വീണ്ടും കരിയില ഇട്ട് അതുപോലെ കിച്ചൺ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചാരവും ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നമുക്ക് അടുത്ത ഗ്രോ ബാഗ് എടുത്ത് നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഗ്രോ ബാഗിലെ മണ്ണ് ഈ ഷീറ്റിലോട്ട് ചെരിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പൊക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. മണ്ണില്ലെങ്കിലും നമുക്ക് ചേന കൃഷി ചെയ്യാം. ഇതുപോലെ പറമ്പിൽ നിന്നൊക്കെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ട് വാരിക്കൂട്ടി ഗ്രോ ബാഗ് നിറച്ച് നമുക്ക് ഈ ചേനയുടെ വിത്തൊക്കെ അതിലിട്ട് മൂടിക്കൊടുത്താൽ അതവിടെ കിടന്ന് വിളിച്ചു വന്നോളൂ. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതിലും തെക്കടില്ലാത്തൊരു ചേന ഉണ്ടായിട്ടുണ്ട്. ഇത് നട്ട് 2 മാസം ആയപ്പോൾ ഒരു വളം കൂടെ കൊടുത്തിരുന്നു. അത് ചാണകപ്പൊടിയും ചാരവും മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. അതിന് ശേഷം വീണ്ടും കരിയില നിറച്ചിരുന്നു. പിന്നെ കുറച്ച് ചാരം കൂടെ ഇട്ട് കൊടുത്തിരുന്നു. ഇത് കണ്ടോ, ഇതിൽ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ ചാക്കിലൊക്കെ നട്ട് കൊടുത്തതാണെങ്കിൽ ഇതിനേക്കാളും വലിപ്പമുള്ള ചേന നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഗ്രോ ബാഗിൽ നട്ടതായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതി നമുക്ക് 2 ദിവസമൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിൻ്റെ നടുന്ന വീഡിയോയും അതിൻ്റെ വളപ്രയോഗവും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ മണ്ണ് കണ്ടോ, നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ. നല്ല കരിയിലയും ചാരവും ചാണകപ്പൊടിയൊക്കെ ചേർന്ന് നല്ല വളക്കൂറുള്ളൊരു മണ്ണാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വീണ്ടും കൃഷി ചെയ്യാം. മണ്ണാണ് കൂടുതലും നിറച്ചത് എങ്കിൽ മണ്ണ് ഉറച്ചു പോകും. അപ്പോൾ കരിയില ആയതുകൊണ്ട് തന്നെ വിളവെടുക്കാനൊക്കെ എന്ത് എളുപ്പം. സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ ടെറസിൽ, ഗ്രോ ബാഗിൽ, ചാക്കിൽ ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. വിളവെടുക്കാൻ എന്ത് എളുപ്പമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിലൊക്കെ മുള വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല തിരക്കേടില്ലാത്ത നല്ല വിളവ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി 2 കൂടെ വിളവെടുക്കാനായിട്ടുണ്ട്. മണ്ണില്ലാത്തവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ചേന കൃഷി ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ചേനയും നട്ടോളൂ. ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ചേന വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.